എന്തെങ്കിലും പറയുമുണ്ടാകുമായിരുന്നു. എൻ്റെ ഉപ്പാടെ നേരെ താഴെയുള്ള അനിയൻ എൻ്റെ കൊച്ചാപ്പ മരിച്ച് മയ്യത്ത് കൊണ്ടുപോയി മറവ് ചെയ്തിട്ട് എല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് ഒരു ചർച്ച, ഇനി എന്തൊക്കെ ചെയ്യാം, അഭിപ്രായം ചോദിക്കണം എന്നോട്. കാരണം കുറച്ച് ഓതാൻ പോയിട്ടുള്ളത് ഞാനാണ്. ഞാൻ പറഞ്ഞു ഇനി എല്ലാവർക്കും കൂടി ഇരുന്ന് ദുആ ചെയ്യാം, വേറൊന്നുമില്ല. ഉടനെ മൂത്താപ്പ ചൂടായി. ആ അടി കിട്ടിയ എൻ്റെ ചുവ ഇപ്പോഴും പോയിട്ടില്ല. നീ ഈ പരിസരത്തേക്ക് വരണ്ട. ഞാൻ പോയില്ല. മൗലൂദം റാത്തീബും നടത്തി ശരിക്ക് ചോറുണ്ട് എല്ലാവരും. പക്ഷേ അന്ന് ആ ഒരു തീരുമാനം എടുത്തത് എന്തോ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ശക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള ഒരു അവസരം അള്ളാഹു അവൻ്റെ ഔദാര്യമായി തന്നതാണ്. സഹോദരന്മാരെ, ദുനിയാവിലെ യാതൊരു നേട്ടങ്ങളും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നാൽ കിട്ടാൻ പോകുന്നില്ല, സംശയിക്കണ്ട. മറിച്ച് മറുഭാഗത്താണെങ്കിൽ ദുനിയാവിൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടാനുണ്ട്. ഇഷ്ടം പോലെ പൈസ കിട്ടും. ഒരു വഴലിന് പോയാൽ, ഒരു വഴല് പരമ്പരക്ക് പോയി ഒരൊറ്റ ദിവസം വഴല് പറഞ്ഞാൽ ചുരുങ്ങിയത് 2000 രൂപ പോക്കറ്റിൽ കിട്ടും. കാറിൽ പോയി കാറിൽ തന്നെ തിരിച്ചു വരാം. മുജാഹിദ് വേദികളിൽ പ്രസംഗിക്കാൻ പോകണമെങ്കിൽ ബസ്സിൽ കയറി ചവിട്ടും കുത്തും കൊണ്ടിട്ട് വേണം പോകാൻ. പൈസക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ മുജാഹിദായത്. എന്നിട്ട് പ്രചരിപ്പിക്കുന്നത് എന്താ? പൈസ കൊടുത്തിട്ട് മുജാഹിദുകൾ ആളുകളെ പാട്ടിലാക്കുന്നു. അത് നേരെ തിരിച്ചാണ്, നേരെ അപ്പുറത്താണ്. സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കൾ എന്നറിയപ്പെടുന്ന ആളുകൾ പ്രസംഗിക്കാൻ പോകണമെങ്കിൽ അവർക്ക് കണക്കുണ്ട്, ഇത്ര % കൊടുക്കണം കമ്മീഷൻ, എങ്കിലേ അവരുടെ വായിന്ന് പ്രസംഗം പുറത്തു വരൂ. മുജാഹിദുകൾക്ക് അങ്ങനെയല്ല. ദുനിയാവ് ഞങ്ങൾക്കൊരു വിഷയമല്ല. ഒരു പക്ഷേ കല്ലെറിഞ്ഞെന്ന് വന്നേക്കാം. നേരത്തെ ഉസ്മാൻ മുസ്ലിയാർ പ്രസംഗിച്ചില്ലേ, പടമുകൾ പള്ളിയിലടുത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ സൂപ്പർ അടി നടന്നു. അവിടെ സ്റ്റേജിൽ നിന്നും എന്നെ വലിച്ച് താഴെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ കലൂര് മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു മനുഷ്യൻ, എനിക്കിങ്ങനെ നോക്കേണ്ട വരും, കറുത്തൊരു നല്ല മനുഷ്യൻ, നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ, ഗുണ്ടയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അള്ളാഹു അലം, ഗുണ്ടയാണോ ഉണ്ടയാണോ? ഇദ്ദേഹം വന്ന് താഴെ നിന്നു. ഉടനെ ചെരുപ്പൂരി, തല്ലെന്തായാലും കൊള്ളൂന്ന് ഉറപ്പാണ്. പണ്ടൊരു അന്തർജനത്തിന് അറബി ടീച്ചറായിട്ട് ജോലി കിട്ടിയപ്പോൾ, ടീച്ചറായിട്ട് ജോലി കൊടുത്താൽ കാക്കാമാർ സ്കൂള് കത്തിക്കും, കൊടുത്തില്ലെങ്കിലോ നായന്മാർ സ്കൂള് കത്തിക്കും. സ്കൂൾ എന്തായാലും കത്തുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നിരുന്നു. എന്ന പോലെ അടി എന്തായാലും ഉറപ്പാക്കി. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്മാൻ മുസ്ലിയാരെ പറ്റിയൊക്കെ വിറച്ചിരിക്കുകയാണ്. ഞാൻ ധൈര്യസമേതം വിറച്ചവിടെ നിന്നു. മുട്ട് കൂട്ടിയിരിക്കുന്നുണ്ട്, പക്ഷെ ഞാനവിടെ നിന്നു കൊടുത്തു. എന്തപ്പം ചെയ്യുക? അവസാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആരോ മൊബൈൽ ഫോൺ പോലീസിന് മെസ്സേജ് കൊടുത്ത് 2 വണ്ടി പോലീസ് വന്നു. ഇത് സഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമേ ഞങ്ങൾക്ക് ലക്ഷ്യമുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. സ്വസ്ഥമായി അള്ളാഹുവെ കാക്കണേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം കല്ലിക്കണ്ടി, സൗത്ത് കല്ലിക്കണ്ടിയിൽ KN ഇബ്രാഹിം മൗലവിയുടെ മഹലിൽ ഖത്തീബായി സേവനം അനുഷ്ഠിച്ചപ്പോഴാണ്. പുതിയ റേഷൻ കട കണ്ട എലിയുടെ സന്തോഷമായിരുന്നു അന്ന് എനിക്ക്. കാരണം ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാം, ആരും സെൻസർ ചെയ്യാൻ വരൂല. മറിച്ച് സുന്നിപ്പള്ളിയിൽ നിൽക്കുമ്പോൾ അങ്ങനെയല്ല. ഒരൊറ്റ അല്ലാഹുമ്മ സല്ലിക്കാണ് എൻ്റെ 2 ബട്ടൺസ് പോയത്. ഒരല്ലാഹുമ്മ സല്ലി. അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. തിരുവനന്തപുരം നേമ മുസ്ലിം ജമാഅത്ത് ഏതാണ്ട് 7000-ഓളം കുടുംബം വരും, 2500 മെമ്പേഴ്സ് ഉണ്ട്. ആ കുടുംബങ്ങളിൽ നിന്നും വേറെ പോയിട്ടുള്ള ആളുകളുടെ മൊത്തം എണ്ണം നോക്കിയാൽ 7000-ഓളം വീടുകളുണ്ട്. അവിടുത്തെ മേൽക്കാളി, ഈ ശബരിമല മേൽശാന്തി എന്ന് പറയുന്ന പോലെ മേൽക്കാളിയായിട്ടിരുന്ന ആളാണ് ഞാൻ. അവിടുത്തെ വിദ്യാർത്ഥികൾ പരമാവധി ഒഴിവാക്കി കൊണ്ടുവന്നു. ബാങ്കിന് മുമ്പുള്ള അല്ലാഹുമ്മ സല്ലിയെ പറ്റി ഇവിടെ മുസ്ലിം സംസാരിച്ചു. ഈ അല്ലാഹുമ്മ സല്ലി എല്ലാം ചെന്ന് 2 ആഴ്ച കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അവസാനം ഏതാണ്ട് 2.5 വർഷം അടുക്കാനായപ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ വന്നിട്ട് അല്ലാഹുമ്മ സല്ലിയുടെ കൂടെ വേറെ കുറേ സാധനങ്ങളൊക്കെ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ മേക്ക് ഓഫ് ചെയ്ത് പ്രശ്നമായി. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞപ്പോൾ ബാങ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. വാടാ പോടാ വിളിയായി ഷർട്ടിന് പിടിച്ചു, 2 ബട്ടൺസ് പൊട്ടി. ഉടനെ ഞാൻ മടക്കി കുത്തി. വാളിന് പകരം എടുക്കുന്ന വടിയാ, അത് ഇങ്ങോട്ട് എടുത്ത് ഞാൻ വാടാന്നും പറഞ്ഞിട്ട്. എന്തിനാ? എനിക്ക് ഓടാനാ. അവർ വിചാരിച്ച അവരടിക്കാനാന്നാ. അവരതിലെ ഓടി, ഞാൻ ഇതിലെ ഓടി. വല്ലാഹി സത്യം, അത്ര പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ നരകിച്ച കാലത്തും പൈസക്ക് വേണ്ടി മുജാഹിദ് പ്രവർത്തകരായി രംഗത്ത് വന്ന മുസ്ലിയാക്കന്മാരാരും തിരിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നത് നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സുന്നി സഹോദരന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്ന ഈ ശിർക്കും വിദഅത്തുമുണ്ടല്ലോ, നിങ്ങൾക്കറിയില്ല നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങളോട് ഈ പറയുന്ന മുസ്ലിയാക്കന്മാരൊന്നും നിങ്ങൾക്ക് സഹായത്തിനുണ്ടാവുകയില്ല, മുജാഹിദുകൾ ഉണ്ടാവൂല. ഓരോരുത്തരെ വിളിച്ചിട്ടാ ചോദിക്കുക. നബിദിനം എന്ന പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ കോടിക്കണക്കിന് രൂപയല്ലേ 2 മാസം മുമ്പ് കേരളക്കരയിൽ ചെലവ് ചെയ്തത്? അല്ലേ? 75,000 രൂപയോടത്തോളമാണ് ഒരു പള്ളിയിൽ നെയ്ച്ചോറ് വെച്ചു കൊടുക്കാൻ ചെലവ്. ഈ 75,000 രൂപ ഉണ്ടെങ്കിൽ എന്തോരം വിദ്യാഭ്യാസപരമായ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും? ആരെ സ്നേഹിക്കുന്നു എന്ന പേരിലാണ് ഞാൻ പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഓരോരുത്തരും ഓരോ യൂണിവേഴ്സിറ്റി ആയിരുന്നത് പരിശുദ്ധ ഖുർആൻ പഠിച്ചതുകൊണ്ടാണ്. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിക്കണം. കേവലം പാരായണത്തിലുള്ള ഗ്രന്ഥമല്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിച്ച് പഠിക്കുക. പഠിക്കാനാണ്,
സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ നായകൻ, ഉദ്ഘാടനം നിർവഹിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ സമുദായമാണ് ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പിൻനിരയിൽ നിൽക്കുന്നത്. ഇതിന്റെ ഉത്തരവാദികൾ ആരാണ്? പണ്ഡിതന്മാരാണ്, സംശയം വേണ്ട. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയിലാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എത്ര എണ്ണമാണ് ആ ഗ്രൂപ്പിന്റെ കീഴിൽ? അതുകൊണ്ട് സഹോദരന്മാരെ, സത്യം മനസ്സിലാക്കുക. സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും കിട്ടിയാലാണ് ഒന്നിങ്ങനെ തൊട്ട് പോകാൻ പറ്റൂ. കാരണം ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഷർട്ടിന് പിടിച്ചത് മാത്രമല്ല, ഭക്ഷണം തരാതെ വരെ ഇറക്കി വിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ ചെയ്യുക? അന്ന മുഹമ്മദ് എന്നാണല്ലോ, ഒരു മുസ്ലിയാരെ നേർച്ചയ്ക്ക് വിളിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചല്ല, നേർച്ച കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കണോ, ഭക്ഷണം കഴിച്ചിട്ട് നേർച്ച കഴിക്കണോ? മൂപ്പര് പറഞ്ഞല്ല, അന്ന മുഹമ്മദൻ എന്നാണല്ലോ പറയാറ്. അന്നത്തിന് ശേഷമാണ് മുഹമ്മദ് നബിക്ക് ഒരു സ്ഥാനമുള്ളൂ. അപ്പോൾ അന്നം കഴിച്ചിട്ട് നമുക്ക് നേർച്ച കഴിക്കാം എന്ന് പറഞ്ഞ പോലത്തെ നമുക്ക് പറയാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല. പക്ഷേ അത് ഇവിടുത്തെ കാര്യമാണ്. നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ വട്ടപൂജ്യമായിരിക്കും ഫലം. അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ആണ് ഞങ്ങൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, സ്വന്തം തല കൊണ്ട് ചിന്തിക്കുക, മറ്റുള്ള ഹോജാക്കളുടെ തലകൾ മാറ്റിവെക്കുക. എത്ര വലിയ ശൈഖുന പറഞ്ഞാലും അത് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് അതിനാ സമയത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്ന ഇത്തിബാഅഹു വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ. ഈ പ്രാർത്ഥന നിങ്ങൾ നിർവഹിക്കുക. പടച്ചതമ്പുരാൻ സത്യം സത്യമായി മനസ്സിലാക്കിയ സത്യത്തെ പിൻപറ്റാൻ, അസത്യത്തെ അസത്യമായി കണ്ടുകൊണ്ട് തള്ളിക്കളയാനും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട്, സുന്നത്ത് പഠിച്ചുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായികളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖും ആഫിയത്തും പടച്ചതമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാനിവിടെ സംസാരിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശദീകരണം ഈ ചേലേമ്പ്ര സലഫി കാസറ്റ്സിന്റെ ഭാഗത്തുള്ള കുറേ കാസറ്റുകളിലുണ്ട്. അത് നിങ്ങൾ മേടിച്ച് കേട്ടാൽ കുറച്ചും കൂടി വിശദമായിട്ട് അതിൽ കിട്ടും. മജീദ് മാഷ് കമ്മീഷൻ തന്നിട്ടല്ല, തെറ്റിദ്ധരിക്കണ്ട. എൻ്റെ തന്നെ കുറച്ച് കാസറ്റുകൾ ഈ വിഷയമായിട്ട് അതിലുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വിശാലമായിട്ട് ആ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഉപകരിക്കും. അല്ലാഹു ഇതുപോലെ തന്നെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും മുവഹിദുകളായി, മുഖ്ലിസുകളായി, മുത്തഖികളായി കൊണ്ട് പാപമോചനം പൂർണ്ണമായും ലഭിക്കപ്പെട്ട സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രത്യേക